ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മിഥുന. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഗാർഡനിലെ കുറച്ച് ഇലച്ചെടികളുടെ വെറൈറ്റീസും ആയിട്ടാണ്. അതിൽ തന്നെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഹാങ്ങിങ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഇലച്ചെടികളുണ്ട്. അപ്പോൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ഇലച്ചെടി മൈസൂർ റൂബി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇത് ഡ്രസീന എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. കുറേ വർഷം പഴക്കമുള്ള ഒരു ചെടിയാണ്. ഇത് മുറ്റത്ത് തന്നെയാണ് നട്ടത്, ചട്ടിയിലൊന്നുമല്ല, നിലത്ത് തന്നെയാണ് നട്ടിട്ടുള്ളത്. ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടാണ് പ്രൊപ്പഗേഷനൊക്കെ. നമുക്കിത് വെള്ളത്തിൽ വെച്ചിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കട്ടിങ്സ് വെച്ച് 2-3 സ്ഥലത്ത് കൂടി ഇത് നട്ടിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ യങ് ആയിട്ട് വരുന്ന ലീഫിന് ഒരു റെഡിഷ് കളറാണുള്ളത്. പിന്നെ അത് ഗ്രീൻ കളറായി മാറുകയാണ്. ഒരു മീഡിയം സൈസ് ഷൈനി ലീവ്സ് ആണ് ഇതിൻ്റെത്. നല്ല തിക്നെസ്സോട് കൂടിയ ലീവ്സും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അടുത്തത് നമ്മുടെ ഫിലഡെൻഡ്രോൺ ബേർലിമാക്സ് ആണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഹാങ് ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഈസി ടു കെയർ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു പ്ലാന്റിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും ഒക്കെ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ആ വീഡിയോ ഒന്ന് കാണണമെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ബീനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണിത്. ഈ ഒരു പ്ലാന്റ് ഒരു ഡ്രസീനിയൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾക്ക് ഒരു ഡബിൾ ഷെയ്ഡാണുള്ളത്. ഒരു ഡാർക്ക് ഗ്രീൻ കളർ ആൻഡ് ഡാർക്ക് പിങ്ക് കളർ കോമ്പിനേഷനാണ് ഇതിന്. ഈ ഒരു പ്ലാന്റ് മുറ്റത്ത് തന്നെയാണ് നട്ടത്, മണ്ണിൽ, ചട്ടിയിലൊന്നുമല്ല. ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടാണ് പ്രൊപ്പഗേഷൻ. ഇത് വെള്ളത്തിലും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണ്. 3 വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത്. ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് ഞങ്ങൾ വേറെ 2 സ്ഥലത്ത് കൂടി നട്ടിട്ടുണ്ട്. അടുത്ത പ്ലാന്റ് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇതിന് നീളമുള്ള ഇലകളാണ്. ഇതിന് മഞ്ഞ കളർ ഡോട്ട്സ് ഗ്രീൻ കളർ ലീഫിൽ സ്പ്രെഡായിട്ട് കിടക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മിക്കവാറും ഇത് എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഈ ഒരു പ്ലാന്റും ഒരു ഡ്രസീനിയൻ പ്ലാന്റ് തന്നെയാണ്. നേരത്തെ കണ്ടതിൻ്റെ ഒരു ചേഞ്ചാണ് ഇത്. ഇതിന് ഇലകൾക്ക് കുറച്ച് നീളമുള്ള ഇലകളാണുള്ളത്. നമ്മൾ നേരത്തെ കണ്ടത് ലീഫ് കുറച്ച് വീതിയുള്ള ഇലകളാണ്. പ്ലാന്റിനും നേരത്തെ പറഞ്ഞ പോലെ പുതിയതായി വരുന്ന ഇലകൾക്ക് ഡാർക്ക് പിങ്ക് കളറാണുള്ളത്. പിന്നെ അത് ഗ്രീൻ കളറായി ചേഞ്ച് ആവുന്നുണ്ട്. ഡ്രസീനിയയിൽ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇത്. ഇത് ഡാർക്ക് ഗ്രീൻ കളർ ലീഫിൽ സൈഡ് പോർഷനിൽ ഡാർക്ക് പിങ്ക് കളറാണുള്ളത്. അടുത്തത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ്. നല്ല നീളമുള്ള ഇലകളാണ് ഇതിൻ്റെത്. ഗ്രീൻ കളർ ലീഫിൽ യെല്ലോ കളർ വെയിൻസ് ആണുള്ളത്. ഇത് ഓരോരോ ഇലകളിൽ സ്പ്രെഡായിട്ട് യെല്ലോ കളർ സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ട്. ഇതും ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ്. വീതിയുള്ള ഇലകളിൽ ഗ്രീൻ കളർ ലീഫിൽ യെല്ലോ കളർ വെയിൻസ് ആണുള്ളത്. പിന്നെ ഡാർക്ക് ബ്രൗൺ കളർ ഇലകളും റെഡ് കളർ ഡോട്ട്സ് ഒക്കെയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത്. കട്ടിങ്സ് വെച്ചിട്ടും ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് ഒരു ഡ്രസീനിയൻ വെറൈറ്റിയാണ്. ഡാർക്ക് ഗ്രീൻ കളർ യെല്ലോ കളർ വേരിയേഷനുള്ള ഒരു പ്ലാന്റാണിത്. ഇതും ഒരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ഇലകൾ ഒരു വളഞ്ഞിട്ടുള്ള ഒരു പോലത്തെ ഇലകളാണ്. ഗ്രീൻ കളർ ലീഫിൽ യെല്ലോ കളർ ഡോട്ട്സ് ആണുള്ളത്. ഈ ഒരു പ്ലാന്റും ഒരു ക്രോട്ടൺ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ്. നീളമുള്ള ഇലകളാണിത്. ഗ്രീൻ കളറും ഡാർക്ക് ബ്രൗൺ കളറും കൂടി ചേർന്നൊരു കളറാണ് ഈ ഒരു പ്ലാന്റിൻ്റെത്. ഈ ഒരു പ്ലാന്റും ക്രോട്ടൺ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. അടുത്തത് അരയിലയാണ്. അരയിലയുടെ ചെറിയൊരു തൈയാണ്. നട്ടിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഗ്രീൻ കളർ വൈറ്റ് കോമ്പിനേഷനുള്ളൊരു പ്ലാന്റ് ആണിത്. അടുത്തത് ഡ്രസീനിയയിൽ തന്നെ
ലെമൺ ലൈം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. ഇതൊരു ഡാർക്ക് പിങ്ക് ആൻഡ് ഡാർക്ക് ഗ്രീൻ കളർ കോമ്പിനേഷനിലുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് ശരിക്കും കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടാണ് ഞാൻ നട്ടിട്ടുള്ളത്. ഇതും എന്നൊരു ആൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് നട്ടതാണ് കട്ടിങ്സ്. അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കണ്ടുവരുന്ന ഒരു പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹാങ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണിത്. അടുത്തത് പിങ്ക് ലേഡി ടേർട്ടിൽ വൈൻ ആണ്. ടേർട്ടിൽ വൈനിൻ്റെ പിങ്ക് കളറാണിത്. ഇതും ചെറിയൊരു തൈ തന്നെയാണ്. ഹാങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. ഈ ഒരു പ്ലാന്റ് ഡ്രസീനിയൻ വെറൈറ്റിയാണ്. ഗോൾഡൻ മിൽക്കി വെറൈറ്റിയാണിത്. ഇതിൻ്റെ ലീഫിന് ഗ്രീൻ കളറിൽ യെല്ലോ കളറിൽ ഡോട്ട്സ് സ്പ്രെഡ് ആയിട്ടാണുള്ളത്. ഇതും ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ പുതിയൊരു തൈയാണ്. ഒരു പ്ലാന്റ് അരേലിയ പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ്. ഗോൾഡൻ അരേലിയാണെന്ന് പറയും. ഇത് 2 പീസ് ഉണ്ട്. ഇനി അടുത്തതും ഇതൊരു അരേലിയ തന്നെയാണ്. ഇതും ഇനി അടുത്തത് ലിപ്സ്റ്റിക് പ്ലാന്റ്, അഗ്ലോണിമ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ്. അടുത്തത് ഫിലിഡൻഡ്രോൺ വിഭാഗത്തിൽപ്പെട്ട ലെമൺ ലൈം എന്ന് പറഞ്ഞൊരു പ്ലാന്റാണിത്. അടുത്തത് ഒരു വെറൈറ്റി ഒരു ഫേണാണ്. ഇത് ഞാൻ കസിൻ്റെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്തതാണിത്. ഇത് റിയോ പ്ലാന്റ്, ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗത്ത് ഡാർക്ക് വയലറ്റ് കളർ ഷെയ്ഡാണുള്ളത്. അടുത്തത് റൂബി ഗ്രാസ് എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. പുല്ല് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഇലകൾക്ക് ഡാർക്ക് മെറൂൺ കളറാണുള്ളത്. ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. ഈ ഒരു പ്ലാന്റ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി പ്ലാന്റാണ്. അടുത്തത് വാൻഡ്രിഞ്ചിയോ ആണ്. ഇത് ഹാങ് ആയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും യൂസ് ചെയ്യാവുന്നൊരു പ്ലാന്റാണ്. വാൻഡ്രിഞ്ചിയോയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തത് സിങ്കോണിയാണ്. സിങ്കോണിയത്തിൻ്റെ ഒരു ചെറിയ തൈയാണ്. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് അത്രയായിട്ടുള്ള ചെറിയൊരു തൈയാണ്. പിന്നെ അടുത്തത് ഫിറ്റോണിയാണ്. ഫിറ്റോണിയുടെ ഒരു ചെറിയൊരു വെറൈറ്റിയാണിത്. ഇത് നല്ല ബുഷിയായിട്ടുണ്ടായിരുന്നു. ഇതിന് കുറച്ച് കട്ടിങ്സ് വെച്ച് ഞാൻ കുറച്ച് പുതിയ തൈകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അടുത്ത പ്ലാന്റ് ടാങ്കിൾഡ് ഹാറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ചെറിയ ഇലകളോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റാണ്. കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ട്നെസ് ആണ് ഇതിന്. അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. ഇത് ഞാനിപ്പോൾ ഇൻഡോറാണ് വെച്ചിട്ടുള്ളത്. ഇനിയുള്ളത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ് ഇപ്പോൾ വെള്ളത്തിലാണുള്ളത്. ഇത് ഫിലിഡൻഡ്രോൺ ആണ്. ഇനി മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ സ്നേക്ക് പ്ലാന്റ് ഞാനിപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റിൻ്റെ 2 സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചിട്ടുള്ളത്. ഇതും സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. റെഡ് കളർ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലൊരു വെറൈറ്റി. ഇതും നല്ല ബുഷിയായിട്ട് വളരുന്നുണ്ട്. ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നമ്മൾ സിങ്കോണിയ. അടുത്തത് നമ്മളുടെ ടേർട്ടിൽ വൈൻ ആണ്. എവർഗ്രീൻ ടേർട്ടിൽ വൈൻ. ഹാങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ്. നല്ല തിക്നെസ്സോട് വളരും. ഇപ്പോൾ നട്ടിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അതാണ് ഈ ഒരു തിക്നെസ് കുറവ്. അടുത്തത് ടേർട്ടിൽ വൈനാണ്. പേർപ്പിൾ ടേർട്ടിൽ വൈനാണിത്.
ഇതും ചെറിയൊരു ഇത് തന്നെയാണ്, തൈ തന്നെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇത് പുല്ലവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഹെമിഗ്രാഫിക്സ് റെപ്പൻ്റാണ് ഇതിൻ്റെ പേര്. ഇതിൽ ചെറിയ വെള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇതും ചെറിയൊരു പ്ലാന്റാണ്. അടുത്തത് മണി പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്, എൻജോയ് വെറൈറ്റി. നഴ്സറി ഗാർഡൻ വിസിറ്റിൽ ഞാൻ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. അടുത്തത് ഫിറ്റോണിയ ഞാൻ ഇൻഡോറായിട്ട് വെച്ചതാണ്. ചെറിയൊരു പ്ലാസ്റ്റിക് ഒരു കവറിൻ്റെ ഉള്ളിൽ വൈറ്റ് പേബിൾസ് ഒക്കെ ഇട്ടിട്ട്. അടുത്തത് നമ്മുടെ ഔഷധ സസ്യമായ പനിക്കൂർക്കയാണ്. ഇനി ഉള്ളത് ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇതും ഒരു ചെറിയ പ്ലാന്റ് ആണ്. ഇത് കൊണ്ടുവന്നിട്ട് ആകെ അത്രേ ആയുള്ളൂ. പുതുതായി 2-3 ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് പോൾക്ക ഡോട്ട് പ്ലാന്റിൻ്റെ 2 വെറൈറ്റി ആണുള്ളത്. പിങ്ക് ആൻഡ് ഗ്രീൻ കളർ വെറൈറ്റി. ഇതിൽ ഗ്രീൻ കളർ ലീഫിലാണ് പിങ്ക് കളർ ഡോട്ട്സ് നല്ല സ്പ്രെഡായിട്ടുള്ളത്. വേറൊരു വെറൈറ്റിയിൽ ഗ്രീൻ കളർ ലീഫിൽ പിങ്ക് ഡോട്ട്സ് ആണുള്ളത്. അത് സ്പ്രെഡായിട്ടൊന്നുമല്ല, അത് ഡോട്ട്സ് ആയിട്ടാണുള്ളത്. പോൾക്ക ഡോട്ടിൻ്റെ ഈ 2 വെറൈറ്റിയും ഇതിനിടയ്ക്ക് നമ്മൾ നഴ്സറി പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇലച്ചെടികളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.